എൻ്റെ പേര് ലിയാനറ്റ് എബ്രഹാം. ഞാൻ OET കഴിഞ്ഞപ്പോൾ തൊട്ട് ഓസ്കി എന്താണ് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ജസ്റ്റ് യൂട്യൂബിൽ മാത്രമാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വില്യംസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഇതിനെപ്പറ്റി ഇങ്ങോട്ടുള്ള റിക്രൂട്ട്മെൻറ്റിനെ പറ്റി എല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്തു. അപ്പോൾ ഓസ്കിക്കുള്ള ട്രെയിനിങ് ഇവിടുന്ന് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഇവിടെ വിളിച്ച് അന്വേഷിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു. അപ്പോൾ ഓൺലൈൻ അയക്കുകയും ചെയ്തപ്പോൾ ഒത്തിരി ഹാപ്പിയായി. കാരണം വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു വേറൊരു ഫ്രണ്ട്. അപ്പം പറഞ്ഞു അതുകൊണ്ടൊരു യൂസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ IQNൽ ട്യൂട്ടറിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടായി. കാരണം വിത്തിൻ 2-3 ഡേയ്സ് മാത്രം ഓൾറെഡി നേരത്തെ ഡേറ്റ് എടുത്തായിരുന്നു. അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടാണ് റീഷെഡ്യൂൾ ചെയ്തിട്ടാണ് IQN എക്സാം എഴുതിയത്. ഒരു 3 ഡേയ്സ് പ്രിപ്പറേഷൻ മാത്രം എടുത്തിട്ട് പോയി ചെയ്തു. അപ്പോൾ അത് സക്സസ്ഫുള്ളി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയി. അങ്ങനെ അപ്പോൾ ഓർത്തു ഓസ്കിയും ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാമെന്ന്. അപ്പം ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് ബേസിക്കലി അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു നോളജും ഇല്ലാതെയാണ് ഇവിടെ വന്ന് ഓസ്കിയെ പറ്റി ഇതിന് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സാമിനുള്ള ഡേറ്റ് എടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് തൊട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പം 1 to 10 എല്ലാ സെഷൻസും വളരെ കൃത്യമായിട്ട് എന്താ പറയുക, ചെറിയ കാര്യം പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ഓരോ സെഷൻസും വളരെ കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഓരോ സ്റ്റേഷനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റി. പിന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ തന്ന് ആണ് ഓരോ ക്ലാസ്സുകളും എടുത്തുകൊണ്ടിരുന്നത്. വീക്കായവരെ മാറ്റി നിർത്തുമോ അങ്ങനെയൊന്നുമില്ല. ഓരോരുത്തരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ഇൻഡിവിജ്വലായി ചെന്ന് സാറ് സംസാരിക്കുക. എന്താ പറയുക, അതിന് വേണ്ട ആർക്കൊക്കെ എന്തൊക്കെയാണോ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതെല്ലാം പറഞ്ഞു തരികയും ഓരോരുത്തരും ഓരോ സ്റ്റേഷൻസ് ചെയ്യുമ്പം അതിനെപ്പറ്റിയുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. പിന്നെ അത് 2 ദിവസത്തെ ക്ലാസ്സിന് ശേഷം മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റും ഗ്രൂപ്പായിട്ടാണ്. അപ്പോൾ ഒരാൾ ചെയ്യുമ്പം അടുത്തയാൾക്ക് അതിൻ്റെ കറക്ഷൻസ് മനസ്സിലാകും. അപ്പോൾ അല്ലാതെ നമ്മുടെ തന്നെ മാത്രം ഇതല്ല പറഞ്ഞു തരുന്നത്. കാരണം എല്ലാവരുടെയും കറക്ഷൻസ് കേട്ട് കഴിയുമ്പോൾ ഒരു 6 പേര് ഗ്രൂപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ 6 പേരുടെ കറക്ഷൻസ് കേട്ട് കഴിയുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു സ്റ്റേഷനെ പറ്റി തന്നെ. അങ്ങനെ നമുക്ക് കുറേ കൂടുതൽ ടൈം തരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാനേ തോന്നത്തില്ല. കാരണം നമ്മളെ അത്രയും കറക്റ്റായിട്ട് ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്.